ഒരു കാര്യം ചെയ്താലും ഒരു കണ്ണാടി കിട്ടോ, അതിൽ അവള് 11 ടെസ്റ്റ് ചെയ്യണം. നീ അവളൊരു പട്ടിനെ കൊണ്ടൊന്ന് കാണിക്കും. പ്രേതനെ കണ്ട പട്ടികൾ കുറയ്ക്കൂടാ. നീ ഡ്രാക്കുളയിലെ കണ്ടല്ലേ, ഓർമ്മയില്ലേ? പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ വെള്ളം അടിക്കുന്നത്. എനിക്ക് എത്ര കോമൺ സെൻസ് ഇല്ലല്ലോ. ഇത് സത്യമാടാ, സാധനം മറ്റേതാടാ. ഈ പ്രേതങ്ങൾ ക്യാമറ പതിയില്ല എന്ന് നിന്നോട് പ്രേതം വന്ന് പറഞ്ഞ? അല്ല, നിന്റെ അച്ഛൻ വന്നു. എടാ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക. നീ എന്തിനാ എന്റെ ഫോട്ടോ എടുത്തേ? നീ എന്നെ ട്രോളുന്നോ? ഡിലീറ്റ് ചെയ്യണം. ഞാൻ തമാശക്ക്. നീ എങ്ങാണ് ഇത് കോളേജ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് നിന്നെ കൊല്ലുവേ. ഡിലീറ്റ് ചെയ്യണം പ്ലീസ്. നീ ഇതെന്ത് സെൻഡ് ചെയ്യടാ? ഞങ്ങൾ ഇത് ആരോടും പറയാൻ പോലുള്ള. ഡിലീറ്റ് ചെയ്തു. ഓക്കെ. അവളുടെ ചുറ്റും മൊത്തത്തിൽ ഒരു മിസ്റ്ററി ഇല്ല. ഞാനൊന്ന് കെട്ടിയതാണെന്ന്, അല്ലെങ്കിൽ അവൾ എങ്ങനെ അറിയാനാ? അത് ഞാനാണ് പറഞ്ഞത്. എന്തിനാ കെട്ടിക്കഴിഞ്ഞാൽ ഡിമാൻഡില്ല? ആര് പറഞ്ഞു? ലൈസൻസ് കിട്ടിയ പിന്നെ ഏത് വണ്ടി ഓടിച്ചൂടെ? സാമദ്രോഹി. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. പിശാചി കൊണ്ടുവരും. നീ പിടിച്ചേ. അവിടെ വെച്ചോ. പേടിക്കാനൊന്നുമില്ല നിസ. നിസ ഒരു ഗോസ്റ്റ് ആണോന്ന് അവന് സംശയം, അത്രേ ഉള്ളൂ. ഗോസ്റ്റോ? ഓ മൈ ഗോഡ്. ആൻഡ് ഐ വെന്റ് ഫോർ എ ഡേറ്റ് വിത്ത് ഹിം. അല്ലെങ്കിലും യഥാർത്ഥ പ്രണയം തിരിച്ചറിയാൻ നിങ്ങൾ പെൺകുട്ടികളൊന്നും വൈകുമല്ലോ. വെയിറ്റ് ചെയ്യാം. ഇത് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. I'm going to make him pay for this. Do you want to go on a date with me? എന്റെ കൂടെ ഒരു ഡേറ്റിന് വരാൻ മിസ്റ്റർ പ്രിയലാലിന് താല്പര്യമുണ്ടോ ഇല്ലയോ? അവനോടുള്ള വാശി തീർക്കാനുള്ള ഒരു കളിക്കോപ്പാണോ എന്റെ ജീവിതം? Yes or no? Yes. നിസയ്ക്ക് വേണ്ടി ഞാൻ എങ്ങനെ വഴങ്ങി തരും? എന്നെ എത്ര വേണമെങ്കിലും ഡേറ്റ് ചെയ്തോളൂ. I'm going to show that bugger. എന്നാലും ആ കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞ പോലെ. എന്തിന്? നാളെ ഇതിന് ആരെങ്കിലും പാര വെച്ചാലുണ്ടല്ലോ, സത്യമായിട്ട് നിങ്ങളെയും കൊല്ലും ഞാനും ചാവും. ഇല്ലടാ, എനിക്ക് വിഷമമുണ്ടെങ്കിലും സന്തോഷവും. പിന്നെ നിനക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒരു ധൈര്യത്തിന് ഇതിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. എനിക്കുണ്ടായ ദുർഗതി നിനക്കുണ്ടാവരുത്. രാവിലെ നേരത്തെ എണീറ്റ് കുറച്ച് ദൂരം ഓടാൻ പോകണം. പറ്റാവുന്നത്ര പുഷപ്സ് എടുക്കണം. കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ റൂമിൽ വാങ്ങിച്ചു വെച്ചേക്കാം. ഒരിക്കലും വയറ് വിശക്കരുത്. പറ്റുവാണെങ്കിൽ ഒന്ന് പള്ളിയിലും പോകും. യേശുവാ മറ്റോളാന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഹലോ ഏട്ടാ, എന്തെന്ന് ഇത്ര നേരത്തെ? ഹലോ, തെണ്ടി മിണ്ടണില്ല. അവനെന്താ ചെയ്യുന്നത്? ഞങ്ങൾ അവിടെ പോയി നോക്കിട്ട് വരും. ഇപ്പൊ എന്റെ ഏട്ടൻ ഫ്രീ ആണോ? അവനോട് മറ്റേ പരിപാടി തന്നെ ആയിരിക്കും. അവന്റെ ശരീരഘടന വെച്ചത് പറ്റൂ. നമ്മുടെ റൂമിൽ ബോട്ടിലല്ലേ, നമ്മളവിടെ കള്ളടിക്കുന്നു, ഇവനിവിടെ സ്കോച്ചും തേണ്ടി. ഇവനൊക്കെ ഇത്ര കച്ചറ സാധനമാണ് അടിക്കുന്നത്. അതല്ലടാ, അവന്റെ ഫോണല്ലേ ഓഫായി കിടക്കുന്നത്? അതെ. അപ്പോ അവന്റെ ഫോണിൽ നിന്നല്ലേ ഇപ്പൊ കോള് വന്നത്? അതുകൊണ്ട് എടാ, അപ്പൊ പ്രിയൻ ആരോടാ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത്? നീ വന്നേ. എടാ, എന്നെ കളിപ്പിക്കുക. എടാ, അത് യേശു അല്ല. പിന്നെ ആരാ? അവൻ അവിടെ പോത്തു പോലെ കിടന്നുറങ്ങുന്നുണ്ട്. ആരത്? കട്ടായി. അത് നിസയുടെ പ്രേതമാടാ. സത്യം. ഒന്ന് പോടാ. അതിന് അവളാണോ ഇപ്പൊ വിളിച്ചത്? എടാ, അത് അവന്റെ കൈ തട്ടിട്ടോട്ടോ ഡയൽ ആയതായിരിക്കും. അല്ലേ വല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. അവള് നിസയല്ലടാ, ലിസയാ. നീ പോയേ, എനിക്ക് നാളെ എണീക്കാനുള്ള രാവിലെ പേടിപ്പിക്കാനായിട്ട്. വാടാ. Good morning, Johanisa. Here I come. മാറി കിടക്കങ്ങട്. What an awesome day.
മനുഷ്യൻ ഇന്നലെ ഉറങ്ങിയതല്ലേ ചേട്ടാ അപ്പഴാ ഇതെന്ത് പുല്ലാണ്? സത്യം പറഞ്ഞ നീ അല്ല എടുത്ത് എന്നെ പേടിപ്പിക്കാൻ. ഒരെണ്ണം തന്നോണ്ടല്ലോ. ഞാനൊരു ഫോട്ടോ ഇല്ലാടെ പോത്തെ പിന്നെ ഇങ്ങനെ ഞാൻ എടുക്കുന്നത്. ഡോറ് ലോക്കാണല്ലോ. പിന്നെ ഇതാരെടുത്തു? ഇന്ന് അവളുടെ കൂടെ പോകാനുള്ള ധൈര്യം എനിക്കില്ല. വയറിളക്കാന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയക്കാൻ പോകുന്നു. ഇതൊരു തേങ്ങയല്ല. ആ തെങ്ങിറങ്ങി എന്നെ കിട്ടില്ലട്ടാ. ഇത് ചിരട്ടയല്ല, നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? ഉത്തരങ്ങൾ. ഉത്തരങ്ങളോ? ഞങ്ങൾ ഈ റിസോർട്ട് വാങ്ങുന്നതിന് മുമ്പ്, അതായത് തോമസ് ആർ റിസോർട്ട് പണിതതിന് ശേഷം ഇവിടെ വെച്ച് എന്തെങ്കിലും അനിഷ്ട സംഭവം നടന്നിട്ടുണ്ടോ? വാട്ട് യു മീൻ? ഐ മീൻ സൂയിസൈഡ്. അല്ലെങ്കിൽ ഒരു കൊല? എന്തോന്നാ സാറന്മാരെ ഇത്? അങ്ങനെ വല്ലതും നടന്ന പേപ്പറിൽ വരില്ലേ? നാട്ടുകാരറിയില്ലേ? അത് തന്നെ. അത് വിട്. ഇവിടെ ഈ റിസോർട്ട് പണിയുന്നതിന് മുമ്പ്, അതായത് നിന്റെ കുടുംബം ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ആഗ്രഹങ്ങൾ ബാക്കിയാക്കി ഏതെങ്കിലും ആത്മാവ് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ടോ? നിന്റെ അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും? ജീവിച്ചിരിക്കുമ്പോ തന്നെ അവർക്ക് എന്നെ കാണുന്ന കലിയായിരുന്നു. പിന്നെയാണ് മരിച്ച ആത്മാവായിട്ട് വരാൻ പോണത്. നിങ്ങൾ വല്ല പണിയുണ്ടോ നോക്കി? അപ്പൊ അതുമല്ലേ? പിന്നെ എന്തായിരിക്കും? എന്താ നിങ്ങൾക്കിപ്പം ഇങ്ങനൊരു സംശയം തോന്നാൻ കാരണം? ഇന്നലെ ന്യൂസ് വായിച്ചതാണ്. കോയമ്പത്തൂർ ഒരു തമിഴത്തിക്ക് ബാധ കയറിയെന്നും ഒരച്ഛനാണ് അത്രയും മുതലിനെ ഒഴിപ്പിച്ചെന്നും. അപ്പൊ തോന്നിയൊരു ഡൗട്ടാ. സത്യത്തിൽ ഈ സാധനമുണ്ടോ? അച്ഛൻ കണ്ടിട്ടുണ്ടോ? നമ്മൾ കാണുന്നത് മാത്രമാണോ സത്യം? കാറ്റ് നീ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് സത്യമല്ലേ? കർത്താവിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ? കാറ്റും കർത്താവും പോലെയാണോ പ്രേതം? ഈ സിനിമയിലൊക്കെ കാണുന്ന എക്സോർസിസം അല്ലെ ബാധ ഒഴിപ്പിക്കലൊക്കെ ശരിക്കും ഉള്ളതാണോ അതൊക്കെ? വിശ്വാസികളുടെ മനസ്സ് ചഞ്ചലമാക്കുന്ന ഒരു രഹസ്യവും ഞാൻ പുറത്ത് പറയാൻ പാടില്ല കുഞ്ഞുങ്ങളെ. അപ്പൊ അച്ഛൻ ഈ സാധനം ചെയ്തിട്ടുണ്ടോ? ഈ എക്സോസിസം? അതൊരു നീണ്ട കഥയാണ്. എന്നാ പിന്നെ പറഞ്ഞാൽ മതി. ഇപ്പൊ ഒരെണ്ണം കൂടി ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? എക്സോസ് എന്ന് പറഞ്ഞ തമാശ കളയുന്ന? ഒരിക്കലില്ല അച്ഛൻ. തൽക്കാലം എക്സോസിസം ഒന്നും വേണ്ട. അച്ഛൻ ഈ കുരിശ് വെച്ച് എന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ മതി. എന്താ കുഞ്ഞ് നിനക്ക് പറ്റിയത്? കുഞ്ഞ് തളർന്നു പോയി അച്ചു. അനുഗ്രഹിച്ചാൽ കർത്താവേ, ഈ കുഞ്ഞാടിനെ കാത്തോളൂ. അച്ചോ എന്നെ അനുഗ്രഹിക്കച്ചോ. നന്നായിട്ട് അമർത്തി പിടിച്ച് അനുഗ്രഹിക്കച്ചോ. അച്ഛൻ്റെ കയ്യിൽ വേറെ കുരിശറിന് എടുക്കാണ്ട ഒരു ധൈര്യത്തിന് വേണ്ടി. ഏതൊരച്ഛനും ഒരു കുരിശേ കാണൂ മക്കളെ. അതെന്തിനാച്ചോ എന്നെ നോക്കി പറയണം? ഇത് രണ്ടിനും ഓരോ ഇട്ടി വെച്ചാന്നുണ്ടല്ലോ. മനുഷ്യ ഇവിടെ ഇല്ലാത്ത കാശ് മുഴുവൻ ഉണ്ടാക്കിയിട്ട് അത് തുടങ്ങിയത്. ഇവിടെ പ്രേതം ഉണ്ടെന്നുള്ള ഒരു ന്യൂസ് പുറത്തു വന്നാ എന്താ ഉണ്ടാവാന്നറിയാലോ? അല്ല, അത് ഞങ്ങൾ ആലോചിച്ചില്ല. ഇനി ഈ കാര്യം രണ്ടുപേരും വേണ്ടി പോരുത്. പ്രേതം മണ്ണാങ്കട്ട. നീ മുന്നേ ബൈ സെക്കൻഡ് പാർട്ട് കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഗാന്ധിജി വരുന്ന സാധനം അല്ലേ? അതിൽ സഞ്ജയ് ദത്തിന് ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള രോഗം. ഓ, കെമിക്കൽ ലോച്ച. നിന്റെ മൂടനായിരുന്നു ഈ കെമിക്കൽ ലോച്ചാന്ന് വെച്ചെന്തോ? ഭ്രാന്ത്. അത് തന്നെ. ഇനിയിപ്പോ അതായിരിക്കോ? ഷിബു, 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 എവിടെടാ നീ? ഷിബു, എടാ ഒന്നും മിണ്ടടാ. നീ എവിടെയാ? ഷിബു, 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 എടാ ഷിബുടാ. ഞാനാടാ. ഞാൻ വെച്ചാ എടാ ഷിബുവാടാ. ഞാനൊരു തമാശക്ക്